എന്തായി? വളം കിട്ടിയോ ശ്രീധര? കിട്ടിയമ്മാവ, വീട്ടിലിറക്കി വെച്ചിട്ടുണ്ട്. മറ്റു വളങ്ങളെല്ലാം മായമാണെന്നാ ആളുകൾ പറയുന്നത്. മനുഷ്യൻ തന്നെ മായമല്ലേ? പുറത്ത് കാണുന്നതാണോ അകത്ത്? ഇതേ ഇരിക്കുന്ന വേറൊരു മായം. ഇവിടെ ഒന്ന് ഇരിക്കാൻ കൂടെ സമ്മതിക്കില്ലേ? ഞാൻ പോയേക്കാം. വേണം പോടാ. അവൻ പോയിട്ട് വരുവടി. ഇവിടെ നിന്ന് പോയാ വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കും, അത്ര തന്നെ. വഴക്ക് പറയല്ലേ മാവ, പുള്ളിക്കാരൻ ആകെ വിഷമിച്ച് നിൽക്കുക. വിഷമിക്കണമല്ലോ. കച്ചവടത്തിന് കൊള്ളാത്തവൻ കച്ചവടത്തിന് പോയാൽ കടം കൊണ്ട് കിറുക്ക് പിടിക്കും. കടത്തിന്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് സാരമില്ല മാവ. ഭാര്യയും കുഞ്ഞിനെയും കാണാത്തതാണ് പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ദുഃഖം. അത് എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഇങ്ങനെയുള്ള കടം കൊടുത്തു തീർക്കണം. കുഞ്ഞിനെ ഓർത്ത് തൂങ്ങി തൂങ്ങി ഇരുന്ന് പോകത്തേ ഉള്ളൂ. പറഞ്ഞിട്ടെന്ത് കാര്യം? നീ പോയി കാപ്പി കുടിക്കും. അമ്മാവൻ കുടിച്ചോ? നീ കുടിക്കേ. ഞാൻ ആ തഹസിൽദാരൊന്ന് കണ്ടില്ല. ഒരു കല്ലിടിക്കണം. നാളെ ഏതെങ്കിലും പ്രശ്നം വന്നാ ശല്യമായിരിക്കും. അല്പം വെയില് കൊണ്ടെന്ന് വെച്ച് ഞാൻ ഉരുകി പോകത്തൊന്നുമില്ലടി. നീ അവനെ കൂട്ടിക്കൊണ്ടുപോയി കാപ്പി കൊടുക്ക്. ഞാൻ വീട്ടിൽ ചെന്ന് ഈ വേഷം മാറി അല്പം ദ്രവ്യം എടുത്തോണ്ട് വരാം. നീ ഇവിടെ വിളിച്ചു തന്നാ മതി. വേഗം പറഞ്ഞേ. രക്ഷപ്പെട്ടു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? അമ്മ കണ്ടോ? ഹേയ്, അമ്മാവനോ? മൂപ്പിലാൻ കാല് മാറുന്നു. കാല് മാറുന്നു? ഓ, കണ്ണടയുടെ കാലൊടിഞ്ഞ് അത് മാറുന്നു. പക്ഷെ എന്നെങ്കിലും അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ ഞാൻ പെടും. അതോടെ എന്റെ ആപ്പീസും പൂട്ടും. നിനക്ക് അവിടെ എവിടെയെങ്കിലും നിന്നാ പോരായിരുന്നോ? ഇനി നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത പരിപാടി എന്താ അതൊന്നറിഞ്ഞാ കൊള്ളാം. ഇന്നലത്തെ പോലെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാനാണ് ഞാനില്ല. കാണുന്നിടത്തൊക്കെ കയറി മുട്ടും. തട്ട് കിട്ടുന്ന എനിക്ക്. ഒന്ന് നിർത്തടാ. അമ്മ ഇപ്പൊ 100 കൂട്ടം ജോലിയായിട്ട് വരും. അതിനുമ്പോ വിളിച്ചാരണം. അങ്ങനെ അങ്ങ് തിടുക്കം കൂട്ടിയല്ലോ. ഇങ്ങോട്ട് മാറിയില്ല. ഞാനും ഒന്ന് വിനുങ്ങട്ടെ. കൂട്ടത്തിൽ നടക്കുന്നോണ്ട് ഗുണമോ ഇല്ല. എന്നാത്തല്ലേ മണമെങ്കിലും ഇരുന്നോട്ടെ. അച്ഛനെ സത്യം പറയണം, ഇപ്പൊ എന്റെ മണത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. എനിക്കെങ്ങും വേണ്ട. അതിനുവേണ്ടി എത്രയോ പേര് കൊതിച്ചു കിടക്കുന്നു. അവർക്കോട് ദൈവമേ. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ? ഞാൻ ഒന്ന് വെളിയിൽ പോയിട്ട് വേഗം വന്നേക്കാം അമ്മേ. വെളിയിൽ നിന്നല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇനി പോയാ പാതിരാത്രി കഴിയാതെ നീ തിരിച്ചു വരുവോ? എന്തെല്ലാം ജോലി കിടക്കുന്നു. എസ്റ്റേറ്റിൽ പോണം, ബാങ്കിൽ പോണം, പിന്നെ ആ കളക്ടറെ ഒന്ന് കാണണം. അങ്ങനെ അതിനല്ലേ അമ്മയുള്ളത്. സഹായത്തിന് അമ്മാവനുമില്ലേ? അതേതായാലും നന്നായി മോഹൻ. നിന്റെ അച്ഛൻ നിനക്ക് സമ്പാദിച്ചു തന്നിരിക്കുന്ന സ്വത്ത് നോക്കി നടത്തേണ്ടത് നീയല്ലേ, ഞങ്ങളാണോ? അമ്മാവന് പിന്നെ എന്താ ജോലി? കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന് പകരം നിന്റെ സ്വത്ത് നോക്കി നടന്നാ മതിയോ? ഏതായാലും ഞങ്ങളെ സഹായിക്കാനല്ലേ അമ്മാവൻ ഇവിടെ താമസിക്കുന്നത്. ചുമ്മാ സഹായിച്ചേട്ടമ്മാവാ. എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിചാരിക്കുന്നേ നടക്കും. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. നേരാ. വളരെയേറെ സ്വത്തും അതിലേറെ സ്വഭാവദോഷം ഉണ്ടായിരുന്ന ആളായിരുന്നില്ലേ അവന്റെ അച്ഛൻ? കുട്ടിക്കാലം മുതലേ അതൊക്കെ കണ്ടല്ലേ അവനും വളർന്നത്. ഇവനെ ഇനി എങ്ങനെയാ ചേട്ടാ നേരെ കൊണ്ടുവരിക? പിഴച്ചവനെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണമെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഇവനെ കിട്ടാൻ പെണ്ണിനെ കിട്ടുമോ? അറിയാവുന്നവരാരെങ്കിലും പെണ്ണ് തരുമോ? മോഹൻ പോയില്ലേ ഇതുവരെ? ഇവനെന്തിനാ ഹോൺ അടിക്കുന്നത്? ഞാൻ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണേ. നീ എന്തിനാ അതിനകത്ത് കയറിയിരുന്നേ? ഇറങ്ങാൻ വേണ്ടി കയറിയതാണേ. നീ ഉത്തമനാ ചേട്ടാ അവനെ വഷളാക്കുന്നത്. അയ്യോ, ദൈവദോഷം പറയല്ലേ. ഉത്തമം വിചാരിച്ച വല്ലതും നടക്കുവോ? നമ്മുടെ മോഹൻ എന്ന് പറയുന്നത് ദുർഗുണങ്ങളുടെ ഒരു സർവകലാശാലയാ. അന്തോണി ചേട്ടാ, ഷീറ്റ് എത്രയുണ്ട്? 54 ഉണ്ട് കുഞ്ഞെ. വൈകുന്നേരം സഹകരണ സംഘം ഓഫീസിലേക്ക് കൊടുത്തേക്ക്. ശരി കുഞ്ഞെ. വളം എടുത്തു വെച്ച കുഞ്ഞുണ്ണി? എടുത്തു വെച്ചു.
അടുക്കളയുടെ മൂലം പെരിച്ചാഴി മന്തി ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. അത് ആള് താമസം ഇല്ലാത്തോണ്ടാവും ഞാൻ. ഏതായാലും കുറച്ച് കല്ല് വാരിയിട്ടും തല്ലി നിർത്തിയേക്കും. താക്കോൽ ആരുടെ കൊടുക്കണം? പണി കഴിഞ്ഞ് പൂട്ടി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കും. ആശാനെ, ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി വരുന്നു. ശരി വാല. അത് നമുക്ക് ചുരുട്ടിക്കാം. നീ നോക്കിയോ മേരിക്കുട്ടി, ഈ ഉത്തമം പറയുന്നത് ചെമ്പ് കുടമാണെന്ന്, ഞാൻ പറഞ്ഞു മൺകുടമാണെന്ന്. നീ നോക്കിയോ? എങ്ങനെയിരിക്കുന്നു? ഓ, മൺകുടം തന്നെ, മൺകുടം തന്നെ. എന്നാലും കുടം പൊട്ടിക്കണ്ടായിരുന്നു ആശാൻ. പോട്ടെ മേരിക്കുട്ടി, ക്ഷമിച്ചു കള. ആശാൻ കണ്ണടച്ച് തിരിഞ്ഞു നിന്നോ. മേരിക്കുട്ടി, അതെല്ലാം ഇനി ഉരിഞ്ഞു താ, ഞാൻ പിഴിഞ്ഞു തരാം. അമ്മയോട് പറഞ്ഞാൽ മതി. വീട്ടിലിരിക്കുന്നതിനെ പറഞ്ഞോട്ടല്ലോ. പോട്ടെ ആശാനെ. പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്. നീ പോവണ്ണേ. നാറികള്. പൊക്കണല്ലോ. അതിലോ പ്രയാസം. പൊക്ക പൊക്ക. അവിടെ എന്തായിരുന്നു മേരിക്കുട്ടി? അയാൾ എന്റെ കുടം തല്ലി പൊട്ടിച്ചു. ഇവന്റെ തന്ത ഈ കരയിൽ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു. ഇവൻ അയാളെ വിട്ടുന്ന നരകാസുരനായിട്ട് വളർന്നു വരുന്നു. നീ ചെല്ല്. ഇന്നെന്താ എത്ര താമസിച്ചത്? എന്താ ദിവസവും കൃത്യസമയത്ത് ഇവിടെ വന്ന് ഹാജർ വെച്ചോളണം നിയമമുണ്ടോ? ഇന്ന് ഉടക്കമായിട്ടാണല്ലോ പുറപ്പാട്. എന്ത് പറ്റി? ഓ, വഴിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. സാരമില്ല. സാറാമ്മച്ചേ. ആഹാ, മോഹൻ കുഞ്ഞ് വന്നോ? സാറാമ്മച്ചേ, പുതിയത് വല്ലത്? കിളിപോലൊന്ന് വന്നിട്ടുണ്ട്. കേറിയിരിക്കെ, ഞാൻ വിളിച്ചോണ്ട് വരാം. വാ വാ. ദേ, ഇതാ പെണ്ണ്. ഇതിവിടെ പണ്ടുണ്ടായിരുന്ന വാസന്തിയല്ലേ? അവള് പേര് മാറ്റി. ഇപ്പൊ ലീല എന്നാ പേര്. പേര് മാറ്റിയെന്ന് വെച്ചാൽ ആള് മാറൂ. ഇവിടെ ഇപ്പൊ പുതിയതൊന്നും വരാറില്ലേ സാറാമ്മേ? ഇതെന്തോന്നാ, ചക്കയോ മാങ്ങയോ വല്ലോ ആന്നോ? പെൺപിള്ളേരല്ലേ, ആരെങ്കിലും കൊണ്ടുവരണ്ടേ? ഈ ബോർഡും വെച്ചുകൊണ്ട് ഇവിടെ വേറെ ഏർപ്പാടാ നടക്കുന്നതെന്ന് പരാതി പോയിട്ടുണ്ട്. എന്നാ പോലീസ് വന്ന് പിടിക്കാന്നറിയില്ല. പോലീസ് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. അട്ടെ, നീ ആ ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി അറിയോ? എന്തിനാ അവളെ തിരക്കുന്നേ? അസൂയ കണ്ടില്ലേ? മോഹൻ സാർ മറ്റൊരു പെണ്ണിന്റെ അടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. നീ മിണ്ടായിരിക്കടി. സാറാമേ, മേരിക്കുട്ടിയെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ പൊക്കിക്കൊണ്ടുവരും. ബാക്കി കാര്യമായിട്ടോ? ഏറ്റിരിക്കുന്നു. വാക്കാണല്ലോ. സാറല്ലേ പറഞ്ഞത്? നോയിക്കോ, ഞാൻ അവളോട് ഇന്ന് പറയും. അന്ന് നിന്റെ അന്ത്യമായിരിക്കും